വെൽക്കം ടു സാസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പച്ചടിയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: നാടൻ വെണ്ടയ്ക്ക 5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, അല്പം തേങ്ങ, കടുക്, ഉള്ളി, കൊച്ചുള്ളി അരയ്ക്കാൻ വേണ്ടത്, കടുക് വറക്കാൻ ആവശ്യമായ കൊച്ചുള്ളി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, ചുവന്ന മുളക്, കടുക്, കരിവേപ്പില, ആവശ്യമായ തൈര്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി നമുക്ക് ചൂടാക്കാം. ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിൽ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പച്ചമുളക്, ചേർത്ത് ചെറിയ ചുവപ്പ് പരുവാകുന്നതിനാൽ വഴറ്റിയെടുക്കാം. ഇതിൽ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം. ചുമക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇത് ചെറിയ ചുവപ്പാകുന്നിടം വരെ വറുത്തുകൊണ്ടിരിക്കണം. ഇത് മൂക്കുന്ന നേരത്തിന് തേങ്ങ അരച്ചുകൊണ്ട് വരാം. വെണ്ടയ്ക്ക ഏകദേശം ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്തിനകത്ത് തേങ്ങയും കൊച്ചു ചുമന്നുള്ളിയും കൂടെ നേർമയായിട്ട് അരച്ച് അതിൻ്റെ കൂടെ അല്പം കടുവും കൂടെ ചേർത്ത് അരച്ച്, കടുവ് നന്നായിട്ട് അരയരുത്, കടുവ് ചതയാകാവും. അങ്ങനെ അരച്ച് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മൂത്ത് വരണം. ഒന്നുകൂടെ മൂത്ത് വന്നതിന് ശേഷം അരപ്പ് ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അല്പം ചൂട് കുറയണം. തൈരും കൂടെ ചേർത്ത് കടുവ് വറക്കുകയാണ്. വെണ്ടയ്ക്ക ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് ചൂടാക്കാം. തീ കുറച്ചിട്ട് ചൂടാക്കാം. ചൂടാക്കിക്കൊണ്ട് ചെറിയതായിട്ട് ചൂടാക്കിയാൽ മതി. അരപ്പം ചൂടായാൽ മതി. അതിന് ശേഷം തീ കുറച്ചുകൊണ്ട് തീ കുറച്ചിട്ട് ആവശ്യത്തിന് തൈര് ചേർക്കാം. തൈര് ചേർത്താൽ അധികം ചൂടാകണ്ട. ഉപ്പ് കുറവെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കടുക് താളിച്ചൊഴിച്ചാൽ മതി. തൈര് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തായിട്ട് കടുക് താളിച്ചൊഴിക്കാം. അതിനൊരു പാൻ അടപ്പത്ത് വയ്ക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം.
കടുക് താളിക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് കടുക് പൊട്ടിത്തുടങ്ങി. ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചുമന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം. നാടൻ വെണ്ടയ്ക്ക പച്ചടി.